നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മളെ ആരോപിക്കുന്നതാണെങ്കിലും ഗെയിമിന്റെ ഭാഗമാണെങ്കിലും ഇങ്ങോട്ട് വരുന്നതിന് ഡിഫെൻഡ് ചെയ്യോ മറുപടി പറയലോ മാത്രമല്ലല്ലോ, നമ്മുടെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത്തരത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നായിരുന്നോ? ഒരുപാടുണ്ടല്ലോ. ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ എന്നാ പറയാ ഒരു ഡ്രോമയായി പോയി. കേൾക്കുമ്പോ ഒരു ചേർച്ച വേണ്ടേ മോളെ? വന്ന് കേറുമ്പോ തന്നെ പറയുന്ന കാര്യം, സുധിച്ചേട്ടാ ഞാൻ എത്തി എന്ന് പറഞ്ഞിട്ടാണ് കേറുന്നത്. ഇമോഷണലാക്കരുതേ. സുധിച്ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകാൻ വേണ്ടിട്ട്. എന്തോ ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അപ്പം ആളുടെ പാർട്ട്ണർ എന്ന നിലയിൽ ഞാൻ വന്നെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഉദ്ദേശിച്ചത്. ഈ പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരു ദിവസം വേണ്ടി മാത്രം നിൽക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ എവിക്ഷനിലോട്ട് വന്ന സമയത്ത് ഇവിടെ വീഡിയോ റെഡിയാക്കി വെച്ചിട്ടും പോയിട്ടുണ്ട്. മനുഷ്യനായ നാണം വേണേ. ഒരു ദിവസം പോകാൻ പ്ലാനുള്ള ആളെന്തിനാ പിന്നെ ഇവിടെ എവിക്ഷനിൽ വന്നു കഴിഞ്ഞാൽ വോട്ട് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്ത് സത്യം പറഞ്ഞ എൻ്റെ ഒരു കസിനാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം മാനേജ് ചെയ്തത്. എല്ലാ കണ്ടസ്റ്റൻസും ചെയ്ത് വെക്കുന്നതാണ് ചേച്ചി. എന്തായാലും നിങ്ങൾ എവിഷനിൽ വരും. നമുക്ക് ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ. വിഷം വന്നാലും കുഴപ്പമില്ലല്ലോ. കാരണം വിഷം വന്നാൽ പുറത്തായില്ലേ പിന്നെ ലാലനോട് ചോദിച്ചുകൊണ്ടല്ലോ പുറത്തായില്ലോ. ഇല്ല ചേച്ചി, അങ്ങനെയല്ല. ഇങ്ങനെ എല്ലാരും ചെയ്ത് ഇതൊരു ഇതാണ് എല്ലാരും ചെയ്ത് നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക്. നമുക്കത് ആഗ്രഹമില്ലല്ലോ. നമ്മള് ടൂറിന് പോയതല്ലോ.